പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത നമുക്കറിയാം, കഴിഞ്ഞു പോയ സീസണിൽ ഒഡീഷ എഫ്സിക്ക് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുത്ത ഒരു താരമായിരുന്നു റോഹിത് കൃഷ്ണ. ഗോൾഡൻ ബൂട്ട് റേസിൽ 2ാം സ്ഥാനത്തായിരുന്നു റോഹിത് കൃഷ്ണ. 13 ഗോളുകൾ ISL 10ാം സീസണിൽ താരം ഒഡീഷ എഫ്സിക്ക് വേണ്ടി നേടിയിരുന്നു. മാത്രമല്ല, നിർണായക മത്സരങ്ങളിൽ റോഹിത് കൃഷ്ണയുടെ പ്രകടനം ടീമിന് വലിയൊരു മുതൽക്കൂട്ട് തന്നെയായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള ഒരു പ്ലേ ഓഫ് മത്സരത്തിൽ പോലും റോഹിത് കൃഷ്ണയുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. തന്റെ മികച്ച പ്രകടനം കൊണ്ട് തന്നെ അടുത്ത സീസണിലും ഒഡീഷ എഫ്സി ടീമിൽ റോഹിത് കൃഷ്ണ ഉണ്ടായേക്കും. താരത്തിന്റെ കോൺട്രാക്ട് ഒഡീഷ എഫ്സി പുതുക്കിയിട്ടുണ്ട്. ക്ലബ്ബ് തന്നെയാണ് ഈ ഒരു കാര്യം ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം കൂടിയായിരുന്നു ഒഡീഷ എഫ്സി റോഹിത് കൃഷ്ണയുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തേക്കുമെന്നുള്ളത്. ഒരു വർഷം കൂടി ഒഡീഷ എഫ്സി ടീമിന് വേണ്ടി തന്നെ റോഹിത് കൃഷ്ണ കളിച്ചേക്കും. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് അല്പം നിരാശ നൽകുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞുപോയ സീസണിലെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ച ഒരു പ്ലെയറായിരുന്നു ഫെഡോർ സെർണിച്ച്. ലൂണയ്ക്ക് പകരമായിട്ടായിരുന്നു ഫെഡോർ സെർണിച്ചിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 10 മത്സരങ്ങൾ കളിച്ച താരം 3 ഗോളുകളും 1 അസിസ്റ്റും നേടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഫെഡോർ സെർണിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബിനോട് വിട പറഞ്ഞിട്ടുണ്ട്. താരം കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ടീം തന്നെയാണ് പുറത്തുവിട്ടിട്ടുള്ളത്. കഴിഞ്ഞുപോയ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച മിക്ക വിദേശ താരങ്ങളും ഇപ്പോൾ ടീം വിട്ടു പോയിട്ടുണ്ട്. മികച്ച വിദേശ താരങ്ങളെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമാക്കുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്തൊരു കാര്യം, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരമായിട്ടുള്ള രാഹുൽ KP യുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞുപോയ സീസണിൽ അത്ര മികച്ച രീതിയിൽ തിളങ്ങാനായിട്ട് രാഹുൽ KPക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. താരം കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ട് പോകില്ല എന്നുള്ളത് താരം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം കൂടിയായിരുന്നു. രാഹുൽ KPക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം 2025 വരെയുള്ള ഒരു കോൺട്രാക്റ്റും ഉണ്ട്. ഇപ്പോൾ IFT ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ബംഗളൂരു എഫ്സിക്കും അതുപോലെ തന്നെ ചെന്നൈ എഫ്സിക്കും രാഹുൽ KPയെ സ്വന്തമാക്കാനായിട്ട് താല്പര്യമുണ്ട് എന്നാണ്. ഈ 2 ക്ലബ്ബുകളും ചെറിയൊരു എൻക്വയറി നടത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നത്. രാഹുൽ KP എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ട് പോകാനുള്ള ചാൻസ് കുറവ് തന്നെയാണ്. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISL-ഉമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.